എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പരിശോധനയ്ക്കയച്ച 3 സാമ്പിളുകളിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇതോടെ പരിശോധനാ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഫ്ളാറ്റിലെ വിവിധ കുടിവെള്ള സ്രോതസ്സുകളായ ടാങ്കുകൾ, കുഴൽക്കിണറുകൾ, ടാപ്പുകൾ, ടാങ്കർ ലോറികളിൽ സപ്ലൈ ചെയ്യുന്ന വെള്ളം എന്നിവയിൽ നിന്നാണ് സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തത്. വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച 3 സാമ്പിളുകളിലാണ് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. 19 സാമ്പിളുകളിൽ പ്രാഥമിക റിപ്പോർട്ടുകളിൽ തന്നെ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ വിശദമായ പരിശോധനാ റിപ്പോർട്ടും ഉടൻ പുറത്തുവരും. വെള്ളത്തിന്റെ ഗുണനിലവാരം മോശമാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതോടെ ആരോഗ്യവകുപ്പും നടപടികൾ കർശനമാക്കി. വിവിധ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിശ്ചിത സാമ്പിളുകൾ 2 നേരം പരിശോധിച്ച് ക്ലോറിന്റെ അളവ് വിലയിരുത്തി വരികയാണ് ആരോഗ്യവകുപ്പ്. ഫ്ളാറ്റിൽ ഒട്ടേറെ പേർക്ക് വയറിളക്കം ബാധിച്ചതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഫ്ളാറ്റ് അസോസിയേഷന് നോട്ടീസ് നൽകി. ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിൽ വെള്ളം ശുചീകരിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ബാക്ടീരിയ പരിശോധനയ്ക്ക് വേണ്ടി 3 കുടിവെള്ള സാമ്പിളുകൾ കൂടി ശേഖരിച്ചിട്ടുണ്ട്. 492 പേർക്കാണ് നിലവിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടായോ എന്നറിയാൻ പ്രത്യേക സർവേയും ഇന്നലെ നടത്തി. മീഡിയ 1 കൊച്ചി.